നോ ഇഷ്യൂസ്. എൻ്റെ പൊന്നെണ്ണ ചെറിയൊരു പണി കിട്ടിയെന്ന് ഇപ്പോഴാട്ടോ മനസ്സിലായത്. ഉണ്ടോ ഓഫ് റോഡ് മൊത്തം ഇരുന്ന് പോയി. വാട്സ്ആപ്പ് പീപ്പിൾ, ദിസ് കൊച്ചി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ യെസ്, ടുഡേ വി ആർ റൈഡിങ് ദ RTX 300. എല്ലാം BTO വേർഷൻസ് ആണ് ഇരിക്കണം. നമ്മൾ ഓടിക്കണതും BTO ആണ്. ഫ്രണ്ടിൽ അതിന് വീക്കുണ്ട് കേട്ടോ, നമ്മുടെ വീക്കുണ്ടല്ല. അപ്പോൾ നമ്മൾ റൈഡ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ഏറ്റവും പുതിയ RTX. നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കുറച്ച് ഓടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് റൈഡിങ് പൊസിഷനിൽ നിന്ന് തുടങ്ങാമല്ലേ. നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനാണ്, നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർസ്. ഇത് BTO വേർഷനാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാണ്ട് ഒരു മൊബൈൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. USB ചാർജർ നമുക്കിതിൽ ഓൾറെഡി ഫിറ്റഡ് ആണ്. പക്ഷേ റൈഡിങ് പൊസിഷൻ നല്ല അടിപൊളിയാണ്. ഈ വൈസർ ഞാൻ അധികം സ്പീഡിലൊന്നും പോയില്ല, ബട്ട് ഹോപ്പ്ഫുള്ളി ഒരു 60-70 ആ റേഞ്ചൊക്കെ നമുക്ക് ചെറിയ പ്രൊട്ടക്ഷനൊക്കെ കിട്ടും. പിന്നെ ഇരിക്കാനായാലും നല്ല ഹൈറ്റുള്ള ആൾക്കാർക്കായാലും നല്ല സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നല്ല ലെഗ് റൂം ഉണ്ട്. ഒരു 6 അടിക്ക് മുകളിലാണെങ്കിലും ഇതിൻ്റെ അകത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ഓടിക്കാൻ പറ്റും. പിന്നെ സീറ്റ്സ് ആയാലും നല്ല കംഫർട്ടബിളാണ്. റൈഡർ സീറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ കണ്ട കുണ്ടും കൊഴിയും നിറഞ്ഞ ഇങ്ങനത്തെ റോട്ടിലൂടെയൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യണത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ കംഫർട്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നോക്കുമ്പോൾ ഇതിൻ്റെ എഞ്ചിനല്ലേ, ഒരു ഹോൾ ന്യൂ എഞ്ചിനാണ് അവർ ഈ വണ്ടിക്ക് അവർ കൊണ്ടുവന്നേക്കുന്നത്. 299cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. പിന്നെ കുറേ കൂളിംഗ് സിസ്റ്റത്തിലൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ കോൾഡ് സ്റ്റാർട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഓയിൽ സർക്കുലേറ്റ് ചെയ്ത് വരാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. നോർമൽ വണ്ടിയിലെക്കാട്ടും പെട്ടെന്ന് 2-3 സെക്കൻഡിൽ ഫുൾ ഓയിൽ നമ്മുടെ എൻജിൻ ഫുള്ളായിട്ട് സർക്കുലേറ്റ് ആയിക്കോളും. അപ്പോൾ അങ്ങനെ പുതിയ കൂളിംഗ് ടെക്നോളജിയും പിന്നെ ഇതിൻ്റെ റേഡിയേറ്റർ ഫാനിൻ്റെ ആ ചൂട് കാറ്റടിക്കണതും അവർ ഡീവിയേറ്റ് ചെയ്ത് താഴത്തോട്ട് ആക്കിയിട്ടുണ്ട്. ഒരു എയർ ഡക്റ്റ് പോലെ ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി അങ്ങനെ പൊക്കോളും, നമ്മുടെ കാലിലോട്ട് അടിക്കില്ല. കാര്യം നമ്മൾ ബ്ലോക്കിലൊക്കെ ഓടിക്കുമ്പോൾ വണ്ടിക്ക് ചൂടാവണില്ലെങ്കിലും റേഡിയേറ്റർ ഫാനിൻ്റെ ചൂട് നമ്മുടെ കാലിലേക്ക് അടിക്കും. ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇതിൽ അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ കാലിലേക്ക് അടിക്കില്ല. ഇനി ചൂടടിച്ചാൽ തന്നെ നമ്മുടെ എൻജിൻ്റെ ചൂട് മാത്രമേ നമ്മുടെ കാലിലോട്ട് അടിക്കുകയുള്ളൂ. ഫാനിൻ്റെ കാറ്റ് പോലും നമ്മുടെ മേത്തേക്ക് അടിക്കില്ല കേട്ടോ. പിന്നെ ഭയങ്കര ലീനിയർ പവർ ഡെലിവറി ആണെന്ന് വെച്ചാൽ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പുതിയ എൻജിൻ്റെ ആ ഒരു പവർ ഡെലിവറിയും, ഇതിപ്പോൾ റൈഡ് ബൈ വയറാണ് ത്രോട്ടിൽ. അപ്പോൾ പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ടൂറിംഗ് മോഡിലും റാലി മോഡിലും റെയിൻ മോഡിൽ എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് ടൂറിങ്ങിലും റാലി മോഡിലുമാണ് ഏറ്റവും കൂടുതൽ മാക്സിമം പവർ നമുക്ക് കിട്ടുന്നത്. ബാക്കി 2 മോഡ്സിൽ പവർ കുറച്ച് കുറവായിരിക്കും. റാലി മോഡിൽ എപ്പോഴും റിയർ ABS ഓഫായിരിക്കും. ബട്ട് യെസ്, വണ്ടി ബോട്ടമിൻ്റെ കട്ടി വിടട്ടെ. ഇപ്പോൾ ഞാൻ 3rd ഗിയർ മാത്രം ഇട്ടാണ് ഓടിക്കുന്നത്. ഇപ്പോൾ ഞാൻ 4th ഇട്ടാലും കയറ്റമൊക്കെ ആണെങ്കിലും ഒരു നോക്കിങ്ങും ഇല്ലാണ്ട്, ഞാൻ നിങ്ങൾക്കത് കാണിച്ചാൽ ഒരു നോക്കിങ്ങും ഇല്ലാണ്ട് വണ്ടി സുഖമായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. ഒരു ഈസി ആയിട്ട് നമുക്ക് എൻജിനിലൊരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്. ഗിയർ വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ RTRൽ വന്നേക്കണ പോലെ ആ ഒരു ടൈപ്പ് ക്വിക്ക് ഷിഫ്റ്റർ അല്ല. ഗിയർ പൊസിഷൻ സെൻസർ വെച്ചിട്ടാണ് ക്വിക്ക് ഷിഫ്റ്റർ. അപ്പോൾ അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഡൗൺ ഷിഫ്റ്റ് പിന്നെയും കുഴപ്പമില്ല, അപ്പ് ഷിഫ്റ്റാണ് നമുക്ക് ബുദ്ധിമുട്ട് കേട്ടോ. ആൻഡ് ഇടയ്ക്ക് ഫോൾസ് ന്യൂട്രലൊക്കെ വീഴുണ്ട്. ഇഷ്ടംപോലെ ഫോൾസ് ന്യൂട്രൽ എനിക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഗിയർ ഷിഫ്റ്റിങ്ങിൽ ക്ലച്ച് പിടിച്ച് ചെയ്യണം തന്നെയാണ് നല്ല. ക്വിക്ക് ഷിഫ്റ്റർ ഞാൻ അത്ര അടിപൊളി എന്നൊന്നും പറയണില്ല. യെസ്, പവർ ഡെലിവറി നമുക്ക് ബോട്ടമെൻറ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഫസ്റ്റ് ഗിയറിലൊക്കെ നല്ല വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. ആൻഡ് നമുക്കൊരു 5,000-6,000 RPM കഴിയുമ്പോഴത്തേക്കും ഈ 5,000 RPM വരെ കുഴപ്പമില്ല. അതിന് മുകളിലേക്ക് പോയാൽ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാൻഡിൽ ബാറിൻ്റെ അറ്റത്ത്, ടാങ്കിൻ്റെ ഈ സൈഡിലായിട്ട്, ഫുഡ് പെക്സിൻ്റെ അവിടെയായിട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും അഡ്വഞ്ചർ ബൂട്ടാണ് ഇട്ടേക്കണം. അപ്പോൾ കൂടുതൽ ഫീഡ്ബാക്ക് വലുതായിട്ട് ഉണ്ടാവില്ല ഈ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയാൽ. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യേണ്ട ഹയർ RPMസിൽ, അതായത് 5,000 അപ്പുറത്തേക്ക് പോയാൽ നമുക്ക് വൈബ്രേഷൻ സ്റ്റാർട്ടാവും. പിന്നെ നമ്മൾ RTRലും അല്ലെങ്കിൽ GS 310 അങ്ങനത്തെ വണ്ടിയിലൊക്കെ കല്ലടിക്കുന്നുണ്ട്. ടയർ നല്ല കലക്കൻ ടയറാണ്. യൂറോ ഗ്രിപ്പിൻ്റെ പുത്തൻ ടയറാണ്. പുതിയ ഒരു 12 പവേഴ്സ് ടയറാണ്. നല്ല ഗ്രിപ്പുണ്ട്. റോഡ് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയുണ്ട്. കാര്യം ഫ്രണ്ടിൽ പോണ വണ്ടി എല്ലാ കല്ലെടുത്ത് മുകളിലേക്ക് എറിയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റോഡ് ഗ്രിപ്പ് ഉണ്ട്. ഇപ്പോൾ ടയർ അത്യാവശ്യം ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ പഴയ ഈ 310Rലും RR 310 ഒക്കെ ടാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഊന്നൊരു മുഴക്കം കേൾക്കും. അത് ഓടിക്കുന്നവർക്ക് അറിയാം. ഹയർ RPMൽ ആ മുഴക്കവും ആ ഒരു ഹയർ RPMൽ എനിക്ക് ആ വണ്ടിയുടെ അതേ ഒരു ഫീലാണ് ആ സൗണ്ടിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടണം കേട്ടോ.
അതിന് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. അതേ ആ ഒരു മുഴക്കം പിടിച്ചൊരു സാധനം. ഇങ്ങനെ ടാങ്കിൻ്റെ അകത്ത് ഇത് പ്ലാസ്റ്റിക്കാണ്, ഇതിൻ്റെ ഉള്ളിൽ ആ ഗ്യാപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു മുഴക്കം കേൾക്കണേ. അതോ എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷേ ആ ഒരു മുഴക്കം, ആ ഒരു 310 എഞ്ചിനിലുണ്ടായിരുന്ന ആ ഒരു മുഴക്കം എനിക്ക് ഇതിൻ്റെ അകത്തും നല്ല രീതിയിൽ കേൾക്കാൻ പറ്റണ്ടേ. നമുക്കതിന് ഇവിടെ ഹൈവേ ഒന്നും കിട്ടിയിട്ടില്ല വണ്ടി പൊളിക്കാനോ കാര്യങ്ങൾക്ക്. നല്ലൊരു ഓപ്പൺ റോഡ് അങ്ങനെയൊന്നുമില്ല. ഇത്രയും നേരം ഞങ്ങൾ ഈ ഫുൾ ഈ ഹില്ലി റോഡ്സും ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡ്സിലൂടെയാണ് നമ്മൾ വണ്ടി ഓടിക്കണം കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു റിവ്യൂ ആയിരിക്കും. പിന്നെ പല വണ്ടിയും പല രീതിയിലാണ്, പല വണ്ടിയും പല ആൾക്കാർ ഓടിച്ച് പല രീതിയിൽ ഓടിച്ച് നശിപ്പിച്ച്, അതായത് ഫുൾ ടെസ്റ്റിംഗ് ആണ് ഇവിടെ. വണ്ടി ഫുൾ അങ്ങ് ടെസ്റ്റ് ചെയ്യണതാണ്. ഇപ്പോൾ പല വണ്ടിയും പല രീതിയിൽ ഓടിച്ചുകൊണ്ട് പല ഫീഡ്ബാക്ക് ആയിരിക്കും പലർക്കും പല വണ്ടി കിട്ടുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ കാണുന്ന ഒരു ഫീഡ്ബാക്ക് ആയിരിക്കില്ല വേറൊരു റിവ്യൂ കാണുമ്പോൾ. എല്ലാവർക്കും പല ഫീഡ്ബാക്ക് ആയിരിക്കും വണ്ടികളുടെ കാര്യം. വണ്ടി അടിച്ച് നശിപ്പിച്ചേക്കണം, ഒന്നും പറയാനില്ല. സ്ലിപ്പർ ക്ലച്ചാണ്, 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ചും. പുതിയ സ്ലിപ്പർ ക്ലച്ച് ടെക്നോളജിയാണ് അവർ ഇതിൽ യൂസ് ചെയ്തേക്കണത്. ഇപ്പോൾ കുറച്ചും കൂടെ സ്മൂത്ത് ആകുമ്പോൾ ക്ലച്ചൊക്കെ അത്യാവശ്യം സോഫ്റ്റ് ആട്ടോ. ഒരു മിഡ് റേഞ്ചാണ്, ഭയങ്കര ഹാർഡോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ, ക്ലച്ച് ഉപയോഗിച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ക്വിക്ക് ഷിഫ്റ്റർ, ഡൗൺ ഷിഫ്റ്റ് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പ് ഷിഫ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വണ്ടിയുടെ ലുക്ക്, റോഡ് പ്രസൻസ് അടിപൊളിയാട്ടോ, നല്ല ലുക്കാണ് വണ്ടി. എനിക്ക് പറഞ്ഞാൽ നീലയൊക്കെ നല്ല രസമായിരിക്കും കാണാൻ, നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ലുക്കായിരിക്കും ബ്ലൂ വണ്ടിയൊക്കെ കാണാൻ. എനിക്ക് തോന്നുന്നു ബ്ലൂവും ഈ വൈപ്പർ ഗ്രീനും ആയിരിക്കും നല്ല രസം കാണാൻ. ബ്ലാക്കും നല്ലതായിരിക്കും. ഒരു എന്താ പറയുക, ടി വി എസിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഐ എം പ്രിറ്റി മച്ച് ഹാപ്പി. ഡിസൈൻ വൈസ് അടിപൊളിയായിട്ടുണ്ട് വണ്ടി. എല്ലാവർക്കും ടെൻഷൻ സർവീസാണ്. അത് ഓബിയസ്ലി എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശ്നമാണ് സർവീസ് സെൻ്ററിൻ്റെ കാര്യങ്ങൾ. ഹോപ്പ്ഫുള്ളി ഈ വണ്ടി മുതൽ നമുക്ക് നല്ലൊരു സർവീസൊക്കെ കിട്ടും. കാര്യം നല്ലൊരു വണ്ടി നല്ലൊരു പ്രൈസിങ്ങിലാണ് അവർ ഇപ്രാവശ്യം ഇറക്കുന്നത്. 1.99, 2.14ഉം അതുകൊണ്ട് 2.29 ആണ് ഈ ഒരു വേർഷൻ കേട്ടോ, ഈ ഒരു വണ്ടിക്ക് BTO വേർഷൻ എന്ന് പറഞ്ഞിട്ട്. പ്രൈസിങ് വൈസ് നല്ലൊരു പ്രൈസിങ്ങോടെയാണ് ഈ വണ്ടി ഇറക്കിയേക്കണത്. അപ്പോൾ കുറേ പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. നല്ലൊരു ടൂറിങ് മെഷീൻ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം ക്രൂസ് കൺട്രോൾ അങ്ങനത്തെ എല്ലാ കാര്യവും ഈ വണ്ടിക്കുണ്ട്. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൂറിങ് മെഷീൻ വിത്ത് ആമ്പിൾ എമൗണ്ട് ഓഫ് പവർ ആൻഡ് ടെക്ക്. അത്യാവശ്യം നല്ല ടെക്കും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ കൂടുതലുണ്ട് ഇടാം. അപ്പോൾ നമ്മുടെ ടൂറിങ് സെഗ്മെൻറ്റിലേക്ക് ഒരു നല്ലൊരു ബൈക്ക് തന്നെയാണ് നമ്മുടെ TVSൻ്റെ സൈഡിൽ നിന്ന് വന്നേക്കണേ. നമ്മുടെ എഞ്ചിൻ്റെ സെറ്റപ്പ് പറയാൻ പോയാലേ ഒരു 5000 RPM ആ ഒരു വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, അതിന് താഴത്തോട്ട് ഭയങ്കര ലീനിയർ ആയിട്ടാണ് വണ്ടി പോണത്. ഞാനിപ്പോൾ 3rd ഗിയർ, ഇപ്പോൾ 4th ഇട്ടാലും വണ്ടിയിൽ നിന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. വണ്ടി എപ്പോഴും പയ്യെ അങ്ങ് കയറിപ്പോവും. 5000 6000 RPM കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു പവർ ഡെലിവറി അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ചെറിയൊരു പഞ്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പോണത് ആ ഒരു RPMലാട്ടോ. അതിന് താഴെയൊക്കെ വണ്ടി ഭയങ്കര ലീനിയർ ആയിട്ടാണ്. നമുക്ക് വെറുതെ എന്താ പറയുക, ഒരു നോർമൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോണ പോലെ നമുക്ക് സിമ്പിളായിട്ട് ഓടിക്കാം. വലിയ ഗിയർ ചേഞ്ചിങ് ഒന്നും വേണ്ട. ഹയർ ഗിയേഴ്സിൽ നമുക്ക് ലോ സ്പീഡിൽ പോകാം. പിന്നെ ഇതിൽ നമ്മുടെ GTT ടെക്നോളജി ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗ്ലൈഡ് ത്രൂ, അതായത് 1st 2nd ഗിയർ 3rd ഗിയറിലൊക്കെ ത്രോട്ടിൽ കൊടുക്കാണ്ട് തന്നെ വണ്ടി മൂവ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ട്രാഫിക്കിലൊക്കെ നല്ലതായിരിക്കും. അത് ഇപ്രാവശ്യം അവർ ഹൈലൈറ്റ് ഒന്നും ചെയ്തില്ല, ബട്ട് യെസ് വണ്ടി നല്ല സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. വലിയ ത്രോട്ടിലൊന്നും കൊടുത്തില്ലെങ്കിലും വണ്ടി ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ സസ്പെൻഷൻ, ഓബിയസ്ലി ഇത് BTO വേർഷനാണ്. സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഫുള്ളി. ഇതിപ്പോൾ എന്ത് സെറ്റിങ്സിലാണ് ഇവർ ഇട്ടേക്കണമെന്ന് അറിയില്ല. സ്റ്റോക്ക് സെറ്റിങ്സ് ആണെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷൻ നല്ല രീതിയിൽ ഡാമ്പിങ് എടുക്കുന്നുണ്ട്. റിയർ സസ്പെൻഷനിൽ നിന്ന് ചില സമയത്ത് ചില കുഴിയൊക്കെ ചാടുമ്പോൾ അടി കിട്ടുന്നുണ്ട്. അതായത് അത് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യണം. സ്റ്റോക്ക് വണ്ടി ഓടിച്ചാലേ സ്റ്റോക്ക് വണ്ടിയുടെ സസ്പെൻഷൻ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വണ്ടിയുടെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ സസ്പെൻഷൻ വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ വെയിറ്റും നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഈ സസ്പെൻഷൻ ഫുള്ളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സസ്പെൻഷൻ ഇത് WPയുടെ സസ്പെൻഷൻ ആട്ടോ. WP അപ്പെക്സിൻ്റെ സസ്പെൻഷൻ എടുത്തിട്ട് ഇവർ പണിതിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ WPയുടെ സസ്പെൻഷനാണ് അവർ ഇതിൻ്റെ അകത്ത് കയറ്റിയേക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് ഓഫ് റോഡിങ് അല്ലേ. ഓഫ് റോഡിങ് എന്താ പറയുക, ഇത് ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണെന്ന് ഞാൻ പറയില്ല. ഹാർഡ് കോർ ഓഫ് റോഡല്ല, ബട്ട് യെസ് നമുക്ക് ഈസി ആയിട്ട് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോവാം. എഴുന്നേറ്റ് നിൽക്കാനായാലും സ്റ്റാൻഡപ്പ് പൊസിഷനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് എൻ്റെ ഹൈറ്റിന് പക്കയായിട്ട് എനിക്ക് എഴുന്നേറ്റ് ഇന്ന് ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. സസ്പെൻഷൻ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്, നല്ല ഡാമ്പിങ് എടുക്കുന്നുണ്ട്. ആ റിയർ സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞില്ല, ഇത് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് സസ്പെൻഷൻ എന്താണെന്ന് എനിക്ക് വലിയ പിടിയില്ല, സ്റ്റോക്ക് സസ്പെൻഷൻ്റെ അവസ്ഥ.
അപ്പോൾ സ്റ്റോക്ക് സസ്പെൻഷൻ്റെ ഈ ഒരു സസ്പെൻഷൻ സെറ്റപ്പിൽ ബാക്കിൽ നിന്ന് ചെറിയ അടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല ടയേഴ്സും നല്ല കൺട്രോളും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെ ഗിയർ ഡൗൺ ചെയ്യാനൊക്കെ പറയുന്നത്. ഓൺ ദ ഗോ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ വെഹിക്കിളിൽ കുറേ വെഹിക്കിൾ കൺട്രോൾസിൽ പോയാൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാം, ക്വിക്ക് ഷിഫ്റ്റർ വേണം ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺ ദ ഗോ ചെയ്യാൻ പറ്റും. പിന്നെ മോഡ്സും നമുക്ക് ത്രോട്ടിൽ ക്ലോസ് ചെയ്താലും മോഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മാറാം. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. ആ ഒരു ലൈറ്റ് അനുസരിച്ച് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ടേൺ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പാണ്. അതായത് ഇരുട്ടാകുമ്പോഴത്തേക്കും തന്നെ ഹെഡ് ലാമ്പ് ഓൺ ആവും. അപ്പോൾ അങ്ങനത്തെ ഫീച്ചറൊക്കെ ഉണ്ട്. അതൊക്കെ കൊള്ളാം. ചെറിയ കാര്യങ്ങളാണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുക. സോ അപ്പോൾ അതാണ് സസ്പെൻഷനെ പറ്റി പറയാൻ പോയാൽ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷേ സ്റ്റോക്ക് വേണ്ടിയിട്ട് സസ്പെൻഷൻ എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ സ്റ്റോക്ക് സെൻറ്റിക്ക് തന്നെ ആയിരിക്കാം, നോട്ട് ഷുവർ. പക്ഷേ ബാക്ക് സസ്പെൻഷന് ചെറിയ അടി ഫീൽ ചെയ്യണമെങ്കിലും ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ഡാമ്പ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു പണി കിട്ടിയെന്ന് ഇപ്പോൾ ഏട്ടാ മനസ്സിലായത്. ഉണ്ടോ, ഇവിടെ ടയർ പ്രഷർ സെൻസർ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ലോ പ്രഷർ എന്ന് കാണിക്കണം. ബാക്ക് ടയറിൽ 24 PSI ആയിട്ടുണ്ട്, 29ഉം 24 ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ടയർ പ്രഷർ സെൻസറിൻ്റെ ഒരു യൂസ് കേട്ടോ. അത്യാവശ്യം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലസ്റ്ററാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്യാം. കണക്ടിവിറ്റി ഞാൻ ഇതുവരെ കണക്ട് ചെയ്തില്ല, ബട്ട് നമുക്ക് ഈസി ആയിട്ട് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാം, കുറേ കാര്യങ്ങൾ അറിയാം. ഡിസ്പ്ലേ സെറ്റപ്പ്, നമുക്ക് ഡിസ്പ്ലേ തീം, ഹൈ സ്പീഡിലായിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ വാക്കറൗണ്ട് വീഡിയോ കാണാം. കണ്ട ഇവിടെ ആയാലും പ്രഷർ സെൻസർ 24 PSI എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 320 ആണ് റേഞ്ച് പറയുന്നത്. ഫുൾ ടാങ്ക് എനിക്ക് പറഞ്ഞൊരു എൻ്റെ ഒരു ആവറേജ് ആയിട്ടൊരു 30 to 35 റേഞ്ച്, അതിന് മുകളിൽ നമുക്ക് മൈലേജ് കിട്ടേണ്ടതാണ്. 12 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് തന്നെ. നമ്മളേതോ കാട്ടുവഴിയിലൂടെയൊക്കെ ആയിട്ട് പോണേ. TVS മാത്രമേ ഇങ്ങനത്തെ ഇവൻസിൽ പുറത്തേക്ക് റോഡിലേക്കുള്ള പരിപാടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് സേഫ്റ്റിയുടെ കാര്യം നോക്കും. റൈഡിങ് ഗിയേഴ്സ്, ഹെൽമെറ്റ്, ജാക്കറ്റ്, ബൂട്ട്, എല്ലാ സാധനത്തിൻ്റെയും സർട്ടിഫിക്കേഷൻ ഇത് നോക്കും. ഇവരുടെ ബാക്കപ്പ് വണ്ടി ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാവും, ആംബുലൻസ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. വളരെ ചുരുക്കം ബ്രാൻഡുകളാണ് ഇങ്ങനത്തെ റൈഡ് ഓർഗനൈസ് ചെയ്യണത്. ബാക്കി എല്ലാവരും നമുക്ക് വണ്ടി ലോഞ്ച് ചെയ്യും, അടുത്ത ദിവസം രാവിലെ വണ്ടി തരും, നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചാൽ അപ്പോൾ കുറച്ച് ലൊക്കേഷൻസ് ഒക്കെ തരും. അവർ നോക്കാറ് പോലും ഇല്ല നമ്മൾ റൈഡിങ് ഗിയേഴ്സ് ഇടണ്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടാണോ ഗിയേഴ്സ് കൊണ്ടുവന്നേക്കണം, എല്ലാ സാധനവും ഉണ്ടോയെന്നൊന്നും. അവർ വണ്ടി തന്നു വിടും. തോന്നിയ പോലെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഇതിൽ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒപ്പം ഇങ്ങനെ പോകണം, അവർ പറഞ്ഞ സ്ഥലത്ത് മാത്രം നിർത്താൻ പാടുള്ളൂ. മറ്റേത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓടിക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാണ് മെയിൻ ഒരു വ്യത്യാസം. പക്ഷേ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവർ ഭയങ്കര സേഫ്റ്റിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ആൾക്കാരെ. സോ നെക്സ്റ്റ് പറയാൻ പോയത് ഇതിൻ്റെ ബ്രേക്സ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് ഈ ഓഫ് റോഡ് ഓടിക്കുമ്പോണ്ടല്ലോ, നിങ്ങൾ ഓഫ് റോഡ് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എനിക്ക് ചെറിയ ഗട്ടറൊക്കെ ചാടുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ ബ്രേക്കിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അത് ആ ABS വർക്ക് ചെയ്യണതാണ്. അപ്പോൾ ബ്രേക്ക് വിട്ട് ഇങ്ങനെ പിടിക്കും. പക്ഷേ ഇതിൻ്റെ ABS നല്ല രീതിയിൽ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല എത്ര ഇപ്പോൾ ഗട്ടർ വരുമ്പോഴും ബ്രേക്ക് പിടിക്കുമ്പോഴാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണില്ല. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിങ് നമുക്ക് ഫീൽ ചെയ്തിട്ട് ഈ വണ്ടിയിൽ നിന്ന്. ബാക്ക് ബ്രേക്ക് ഞാൻ വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ട് ബ്രേക്കും എൻജിൻ ബ്രേക്കിങ്ങിലാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. പക്ഷേ ബാക്ക് ബ്രേക്ക് ആയാലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ഉണ്ടാകും. കാര്യം നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ചെറിയ രീതിയിൽ ആ ഒരു ബ്രേക്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഗട്ടറൊന്നും അറിയത്തുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓവറോൾ ക്വാളിറ്റി കേട്ടോ, പ്ലാസ്റ്റിക് ക്വാളിറ്റിയും കാര്യങ്ങളും ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൊള്ളാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റി ഉണ്ട് മൊത്തത്തിൽ നോക്കാൻ പോയാൽ. അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ ഭാഗമായിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ടെക്നോളജി കൊണ്ടുവന്നതാണെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്തതാണെങ്കിലും എല്ലാം നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് കാണാം. ഒരു ക്വാളിറ്റി കുറഞ്ഞു പോയി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കുഴപ്പമില്ല. ആകെ അണ്ടർഷീൽഡ് ഒരുമാതിരി ഞാൻ മെറ്റലാന്ന് വിചാരിച്ചു. പക്ഷേ ഇതിന് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കാണ് അതിന് കൊടുത്തേക്കണത്. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഭയങ്കര നേരെയാണ് ഇരിക്കുന്നത്, മനസ്സിലായി. വണ്ടി സൈഡ് സ്റ്റാൻഡ് വെച്ചാലും കുറച്ച് നേരെ ആയിരിക്കണം. കുറച്ചും കൂടി ചരിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് എല്ലായിടത്തും വെക്കാൻ പറ്റിയേനെ. അത്രേ ഉള്ളൂ. ക്വാളിറ്റി വൈസ് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യമൊന്നുമില്ല. ടെയിൽ ലാമ്പ് കണ്ടില്ലേ, ആ ഒരു റിയറിലെ ആ ടെയിൽ സെഷനിലാണ് ടെയിൽ ലാമ്പ് വന്നേക്കണേ. സാധാരണ ബോഡിയിൽ അറ്റാച്ച്ഡ് ആയിരിക്കും മിക്ക വണ്ടികൾക്കും. പക്ഷേ ഇത് കുറച്ചും കൂടെ താഴത്തോട്ട് ഇറങ്ങിയിട്ടാണ് ഇവർ ഇതിൻ്റെ ടെയിൽ ലാമ്പ് സെറ്റ് ചെയ്തേക്കണേ. അതുകൂടാണ്ട് അവിടെ താഴെയാണ് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കേട്ടോ. പിന്നെ ഇപ്പോൾ എനിക്ക് ചില സമയത്ത് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, തേർഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മിസ്സിങ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. തേർഡ് ഗിയറിൽ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു മിസ്സിങ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ചെറുതായിട്ട്. ചില സമയത്ത് വളരെ റെയറായിട്ട് മിസ്സിങ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് എന്തൊരു കാടാ ഇതിൻ്റെ ഇപ്പോൾ പോയനെ.
ആരും കാണാനില്ലടാ ചുറ്റുമൊന്നും, ചെറിയൊരു പേടി. ബാക്കിയൊക്കെ ഭയങ്കര രസമുണ്ട്, വണ്ടിയിൽ നിന്ന് ഫ്ലിക്കബിൾ ആണ്. അങ്ങനെ എനിക്ക് വെയിറ്റ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കുഴപ്പമില്ലാത്ത ഒരു വെയിറ്റാണ്, ഭയങ്കര ഹെവി ആയിട്ട് 180 kg ആണ് വണ്ടിയുടെ വെയിറ്റ്. ഒരു 300cc ടൂറിംഗ് മെഷീന് ആവറേജ് വെയിറ്റ് ആണത്. എല്ലാത്തിനും എനിക്ക് അങ്ങനെ ഏകദേശം ഈ സെഗ്മെൻറ്റിലുള്ള എല്ലാ വണ്ടിക്കും അതേ ഒരു വെയിറ്റ് ഉണ്ട്. അങ്ങനെ വെയിറ്റ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണില്ല. ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് കോർണർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടേൺ എടുക്കാനായാലും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എനിക്ക് ടേൺ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വെരി ഈസി ടു റൈഡ് മോട്ടോർ സൈക്കിൾ. പക്ഷേ മേ ബി സിറ്റിയിൽ ഓടിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ നമുക്കറിയാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സിറ്റി അല്ലെങ്കിൽ ബ്ലോക്കായിട്ട് അങ്ങനെയൊന്നും ഓടിച്ചിട്ടില്ല. ചെറിയ ഗാർഡ് സെക്ഷൻ അങ്ങനെ ഓടിക്കുന്നുണ്ട്. അതിലാണ് കൂടുതലും നമ്മൾ ഈ വണ്ടി ഓടിച്ചേക്കണം കേട്ടോ. കണ്ടോ ഒരു മിസ്സിങ് വന്നാട്ടാ, അങ്ങനെ ഒരു മിസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഹീറ്റ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ തണുപ്പുള്ള സ്ഥലത്ത് ശരിക്കും മനസ്സിലാവില്ല കറക്റ്റായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം വണ്ടി ഓൺ ചെയ്തിട്ട് നിർത്തിയിട്ട് അങ്ങനെയൊക്കെ ആയി ഫാൻ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഹീറ്റൊന്നും കാലടി അടിക്കാനുള്ള കാറ്റോ കാര്യങ്ങളോ ഒന്നുമേ നമുക്ക് അടിക്കാനുള്ള. പക്ഷേ ബാക്കിയുള്ള ഇപ്പോൾ എനിക്ക് ആ ടാങ്കിൽ നമ്മൾ അങ്ങനെ ചേർത്ത് പിടിച്ചാൽ അവിടെ ഒരു എനിക്ക് കുറച്ച് ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓ മുന്നിൽ പോണ ഏതോ ഇൻ്റർനാഷണൽ മീഡിയ എന്നുള്ള ആളാട്ടാ പുള്ളി. പുള്ളിക്ക് ആ വണ്ടി ഒന്നുമല്ല, 6 അടി മേളിൽ പൊക്കമുണ്ട് പുള്ളി. നമ്മൾ ഈ സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറിലും ആട്ടോ മൊത്തം ഈ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. അത്യാവശ്യം നല്ല പവർ ആ തേർഡ് ഗിയറിലുണ്ട്. തേർഡ് ഗിയർ മാത്രം മതി നമുക്ക് കയറ്റം കയറാനും കയറ്റം ഇറങ്ങാനും. നമുക്ക് ഈസി ആയിട്ട് ആ തേർഡ് ഗിയർ മാത്രമായിട്ട് ഇങ്ങനെ പോവാം, ഒരു കുഴപ്പമില്ലാണ്ട്. നോ ഇഷ്യൂസ്. എൻ്റെ പൊന്നെണ്ണ. ഓക്കെ, അപ്പോൾ അതിപ്പോൾ നാവിഗേഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് സ്ക്രീൻ മിററിങ്. ആ ഗൂഗിൾ മാപ്സ് കാണുന്നുണ്ട് അവിടെ. മൊത്തത്തിൽ 1 hour 29 minutes എടുക്കും നമുക്ക് എത്താൻ. അതായത് 12:30 1 മണിക്കാണ് നമ്മൾ അവിടെ എത്താൻ പോണേ. ഈ ഫോൺ ലോക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഐഫോണാണ് വെച്ചേക്കണത്, കമ്പനി ഫോണാണ്, നമ്മുടെ ഫോണല്ല. എൻ്റെ ഫോൺ ഞാൻ ഒരിക്കലും ബൈക്കിൻ്റെ മേളിൽ വെക്കില്ല. അപ്പോൾ വണ്ടി ഇതേപോലത്തെ വിഷയമായിട്ടാട്ടോ കയറി പോണേ. ഓ, ഞാൻ സസ്പെൻഷനെ ഒന്ന് സോഫ്റ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ രസമുണ്ട് കേട്ടോ ഓടിക്കാൻ. സൂപ്പറായിട്ട് ഇപ്പോൾ സസ്പെൻഷൻ ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാന്നുണ്ട്. സ്റ്റോക്കിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ബാക്കൊക്കെ നേരെ തന്നെ ഞാൻ അടിയും കാര്യങ്ങളും ഒന്നുമേ എനിക്ക് ഫീൽ ചെയ്യണ്ട. സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ എടുക്കേണ്ട ഒരു വേർഷൻ കേട്ടോ. നിങ്ങൾ ഒരിക്കലും നോർമൽ വേർഷൻ എടുക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ വേർഷൻ എടുക്കുക, അതായത് BTO വേർഷൻ എടുക്കുക. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നോക്കിയിട്ട് സസ്പെൻഷൻ ഇതിൻ്റെ അകത്തേക്ക് കയറ്റാം എടുക്കണം വണ്ടിയിൽ. കാര്യം അടിപൊളിയാണ്. ഞാൻ സസ്പെൻഷൻ ജസ്റ്റ് ഒന്ന് 2 ക്ലിക്ക് സോഫ്റ്റ് ആക്കി റീബൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും സംഭവം കുറച്ചും കൂടെ ഈസി ആയിട്ട്. ആ ബാക്കിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അടി വന്നിട്ടുണ്ടെന്ന്, ആ അടി ഇപ്പോൾ എനിക്കില്ല. ഇപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്ററായി. വണ്ടി വെറുതെ ഓഫ് റോഡൊക്കെ വെറുതെ പറക്കണേണ്, ഒന്നും അറിയണില്ല. ബാക്ക് ഇപ്പോൾ ഒന്നും അറിയണില്ല, ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി. അതാണ് ആ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ്റെ ആ ഒരു സെറ്റപ്പ്. കണ്ടോ, ഈ ഓഫ് റോഡ് മൊത്തം ഇരുന്ന് പോകും ഞാൻ, ഒരു കുഴപ്പമില്ലാണ് കേട്ടോ. പക്ഷേ ആ എൻജിൻ്റെ ആ സൗണ്ടാണ് എനിക്ക് പിടിക്കാത്ത ചില സമയത്ത്. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ആ ഹൈ RPM വന്ന ആ ഒരു വൈബ്രേഷനും എൻജിൻ്റെ ആ ഒരു കൂതറ സൗണ്ടും വരും, ആ ഒരു മുഴക്കം, അതാണ് എനിക്ക് പിടിക്കാത്തത്. ക്രൂസ് കൺട്രോളൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇതിന് പിന്നെ IMU ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കോർണറിങ് ക്രൂസ് കൺട്രോൾ അങ്ങനത്തെ സാധനമൊന്നും ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഭാവിയിൽ എനിക്ക് തോന്നുന്നത് ഇതിനൊരു റഡാർ സിസ്റ്റവും അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ IMU ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു സെറ്റപ്പ് അവർ കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ലെറ്റ് സി, അറിയില്ല എന്താണ് TVSൻ്റെ പ്ലാൻസ് എന്ന്. എന്തായാലും അവരുടെ ഫസ്റ്റ് അഡ്വഞ്ചർ വണ്ടി ഇറങ്ങിയതിൽ കൊള്ളാം, നല്ല വണ്ടി തന്നെയാണ്. അവരുടെ ഒരു എൻട്രിയിൽ ഈ അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ എൻ്റർ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് ഞാൻ വണ്ടി ഒന്ന് പുഷ് ചെയ്ത് ഇപ്പോഴാണ് ഒരു റോഡ് കിട്ടിയത്. അപ്പം മനസ്സിലാവുന്നുണ്ട് ബോട്ടം എൻഡ് ഇതിന് വളരെ കുറവാണ്. നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ വണ്ടിക്ക് ഒരു ലാഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 6000 5000 RPM കഴിയുമ്പോഴാണ് ആ ഒരു പവർ ഫീൽ ചെയ്യണേ. അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ലാഗ് ത്രോട്ടിൽ കൊടുത്തിട്ടും വണ്ടി കയറാത്ത പോലെ. പിന്നെ എനിക്ക് തേർഡ് ഗിയറിൽ മിസ്സിങ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഹൈവേ കിട്ടി, അതിൽ ഞാൻ ഒരു 80-90 കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് സ്പീഡ് കയറ്റാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ സ്പീഡ് കയറ്റുമ്പോഴത്തേക്കും
അത്രയും ആ ഒരു ലോ എൻഡ് ശാന്തമായിട്ട് ഓടിക്കാനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് നമുക്ക് പീസ്ഫുള്ളായിട്ടൊക്കെ ഓടിക്കാനാണ്. പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലൊക്കെ നല്ലതുണ്ട്, പക്ഷേ സെക്കൻഡ് തേർഡിലൊക്കെ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ നിന്ന്. കണ്ടോ, ഇവിടെയാണ് എനിക്ക് പവർ കുറച്ചൊക്കെ ഫീൽ ചെയ്യണത് നല്ല രീതിയിൽ. കണ്ടോ, ഇവിടെയാണ് ഞാൻ ഇപ്പോഴാണ് ഞാൻ സിക്സ് ഗിയർ ഇട്ട് സിക്സ് ഗിയർ വീട് ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത് പിടിക്കാണ്ടോ ക്വിക്ക് ഷിഫ്റ്റർ വർക്ക് ചെയ്യാൻ. ഹൈ RPM നമുക്ക് കൂടുതൽ പവർ ഔട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പോകണം കേട്ടോ. ലോ RPM കുറച്ച് ലാഗ് പോലെയൊക്കെ ഉണ്ട്. ഒരു 4000-5000 RPM മുകളിൽ എപ്പോഴും വെച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പവർ കിട്ടും. ആവശ്യമുള്ളപ്പോൾ ത്രോട്ടിൽ കൊടുത്ത് അപ്പം കിട്ടും പവർ. ബട്ട് ആ ഒരു ഭയങ്കര ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറിയാണ് ലോവർ RPM നമുക്ക് കിട്ടാൻ പോകണം കേട്ടോ. ഞാൻ നാട്ടിൽ കണ്ടതിനെക്കാട്ടും 10 ഇരട്ടി അല്ല 100 ഇരട്ടി ജിമ്മിനി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ആ നാട്ടിലൊന്നും അല്ല, എല്ലാ ജിമ്മിനിയും ഈ ഹിമാചൽ പ്രദേശിലാണ് നിൽക്കണേ. സോ ഇതാണ് നമ്മുടെ വണ്ടി നമ്മൾ ഓടിച്ചു കേട്ടോ. അങ്ങനെ ഏകദേശം ഇന്ന് നമ്മൾ ഓടിച്ചത് എത്ര കിലോമീറ്റർ എന്ന് വെച്ചാൽ 123 കിലോമീറ്റർ, 123 കിലോമീറ്റേഴ്സ് നമ്മൾ ഈ വണ്ടി ഓടിച്ചു. കൂടുതലും ഹൈവേനെക്കാട്ടും കൂടുതൽ ഗാർഡ് സെക്ഷനും മോശമായിട്ടുള്ള റോഡായിരുന്നു. സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയോണ്ട് നല്ല രീതിയിൽ എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ സീറ്റ് അടിപൊളിയായിട്ടുണ്ട്. വൈബ്രേഷൻ ഉണ്ട് ഹയർ RPMs ഇവിടെ നിന്നും. പിന്നെ നമ്മുടെ ഫുഡ് പെക്സ്, ഹാൻഡ് ബാറിൻ്റെ സൈഡ് അവിടെ നിന്നൊക്കെ നമുക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്രാഷ് കാർഡൊക്കെ തൊട്ട് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ഉണ്ട് കേട്ടോ. എക്സോസ്റ്റ് സൗണ്ട് ഹൈ RPM ആ ഒരു പഴയ 310 ഒരു സൗണ്ടും ടാങ്കിൻ്റെ ആ മൂളച്ചയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേൾക്കാം. ടയേഴ്സൊക്കെ അടിപൊളിയായി പെർഫോം ചെയ്തു. ബ്രേക്സും കൊള്ളാം, ഫ്രണ്ടും ബാക്കും ബ്രേക്കും അടിപൊളിയായിട്ടുണ്ട്. ഇതുവരെയും ഒരു ക്വാളിറ്റി വൈസ് എനിക്കങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയില്ല. എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ പ്രൈസിൽ ഒരു വാല്യൂ ഫോർ മണി വണ്ടിയിൽ നിന്ന് തന്നെ വേണം നമുക്ക് പറയാട്ടോ. ഗിയർ വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അയ്യോ പാവം, ഈ ഉണ്ടാപ്പിനെ എടുത്തിട്ട് കൊണ്ടുപോയാല ഇക്കളവിടെ പിടിക്കും. അയ്യോ ഹായ്.